അടുത്ത ആഴ്ചത്തെ മഴ തോരും മുൻപേയിൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ മനുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അലീനയൊക്കെ താമസിക്കുന്നത്. വൈജ തിരിച്ചു പോരാത്തത് കാരണം അവരെല്ലാവരും കൂടി അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ശിവൻ അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. സഹായത്തിന് എന്നുള്ള രീതിയിലാണ് മനു അലീനയെ അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പം മനുവും അലീനയും തമ്മിലൊരു സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിൽ മനുവിൻ്റെ കയ്യിൽ നിന്ന് അലീന ഒരു പ്രോമിസ് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയോട് ചോദിക്കുകയാണ് രോഹിത്ത്, അന്ന് അച്ഛൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞല്ലോ ചേച്ചിക്ക് ചേച്ചിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും അറിയാമെന്ന്. ആ പറഞ്ഞത് ശരിക്കും ശരി തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീനയ്ക്ക് ഒരു ഉത്തരം പറയാനില്ല. കാരണം കൃഷ്ണമോൾക്ക് മാത്രമേ യഥാർത്ഥം അറിയുള്ളൂ. രോഹിത്തിനും ബബിതയ്ക്കും അറിയില്ല. അപ്പോൾ അത് പറയണോ പറയണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. പിന്നെ രോഹിത്തിന് ഒരു തെറ്റ് തിരുത്താനുള്ളത് ശരണ്യയുടെ അടുത്താണ്. അങ്ങനെ രോഹിത്ത് ശരണ്യനെ കാണാൻ ശരണ്യയുടെ വീട്ടിൽ പോകും. ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് അവൻ മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. ശരണ്യയുടെ കൈ പിടിച്ചിട്ട്, നീ എന്നോട് ക്ഷമിക്കണം, അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, അതൊരു തെറ്റ് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ശരണ്യയുടെ കൈ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനും അലീനയും തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ പറയും, നിൻ്റെ യഥാർത്ഥ അച്ഛൻ ശരിക്കും ഞാനല്ലല്ലോ, വേറൊരാളല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത് അച്ഛനെയല്ലേ, എനിക്ക് അച്ഛനെ മാത്രം മതി, അച്ഛനായിട്ട് എനിക്ക് അച്ഛനെ തന്നെ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ എനിക്ക് എൻ്റെ യഥാർത്ഥ മകളല്ല, കുറേ പേർക്കൊക്കെ അത് അറിയാം യഥാർത്ഥ മകളല്ലെന്ന്, പക്ഷേ അവർ നമ്മളെ വളർത്തുമകൾ വളർത്തച്ഛൻ എന്ന രീതിയിൽ തന്നെയായിരിക്കും കാണുക എന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ.